ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2 ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ 2 ഉസ്ബെക്കിസ്ഥാൻ താരങ്ങളെ നോക്കുന്നു എന്നതിലുള്ള അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അസ്രോവ് ഗുഫ്രോവും അതുപോലെ തന്നെ മുബാറക് യുൽദാഷോ എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ താരങ്ങളാണ്. ഈ യുൽദാഷോ എന്ന് പറയുന്ന താരം ഒരു സെൻട്രൽ ബാക്ക് അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. ഒരു ഗുഫ്രോ എന്ന് പറയുന്ന താരവും എന്താ പറയുക സെൻട്രൽ ബാക്ക് അല്ല, അദ്ദേഹം ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്ലെയറാണ്. സോ എന്തായാലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് സെൻട്രൽ ബാക്ക് പ്ലേയേഴ്സിനെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി നോക്കുന്നുണ്ട്. നമുക്കറിയാം ഹിജാസി അത്ര ഫോമിലല്ല, ഹെക്ടർ അത്രത്തോളം ഫോമിലല്ല. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു 2 താരങ്ങളെ നോക്കുന്നത്. കൂടാതെ നമ്മുടെ ബഫണ്ട് കീഴിൽ അവരുടെ കോച്ചുണ്ടല്ലോ ഇപ്പോഴത്തെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ കളിച്ചിട്ടുള്ള താരങ്ങളാണ് ബസുന്ധര കിങ്സി. സോ അതുകൊണ്ടാണ് ഇവർ 2 പേരും നോക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രായമെന്ന് പറയുന്നത് അസ്രോർ ഗുഫ്രോവിൻ്റെ 29 വയസ്സും യുൽദാഷോവിന് 31 വയസ്സുമാണ്. എന്തായാലും റോബ്സൺ റൊബീനിയോ, അസ്രോവ് ഗുഫ്രോവ് അതുപോലെ തന്നെ അന്ന് ബസുന്ധര കിങ്സ് കളിച്ച മിക്കവാറും എല്ലാ താരങ്ങളെ സ്വന്തമാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. സോ എന്തായാലും നമുക്കിനിയും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഇന്ന് ഏതാണ്ട് 11 മണി 12 മണിയോടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ബംഗളൂരുവിലെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നോ നാളെയോ രാവിലെ ചെറിയൊരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടാകും. സോ അതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങും. സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമാണ്. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 കളിയൊക്കെ അടുപ്പിച്ച് നമ്മുടെ ഹോം സ്റ്റേഡിയത്തിലൊക്കെ തോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കളി സമനിലയോ ജയമെങ്കിലും പിടിക്കുക അതുപോലും ഇല്ല. എന്താ പറയുക, നിരത്തി വെച്ചങ്ങ് തോൽക്കുകയാണ്. സോ എന്തായാലും കണ്ടീരവേ പോയി ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.